ഞാനെപ്പോഴും ഹസ്ബൻഡിനോട് ചോദിക്കും, എന്തിനാ ഇങ്ങനെ പഴം വാങ്ങിക്കൊണ്ട് വരുന്നതെന്ന്. പഴം വാങ്ങിക്കുമ്പോൾ ഒരുപാടങ്ങ് വാങ്ങിക്കൊണ്ട് വരും, അതാണെങ്കിൽ ആരും കഴിക്കുകയില്ല. അപ്പോൾ പറഞ്ഞു, മോൻ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ. അവനാണെങ്കിൽ പഴംപൊരി മാത്രമേ, എനിക്കാണെങ്കിൽ പഴംപൊരി മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പഴം അട, യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ആദ്യം തന്നെ പഴം പുഴുങ്ങാൻ വെച്ചു. അത് കഴിഞ്ഞ് തേങ്ങ ചിരകി ശർക്കരയിട്ട് നമുക്ക് വെള്ളപ്പാവ് ആക്കിയെടുക്കാം. അതിനകത്തേക്ക് ഫില്ല് ചെയ്യാനുള്ള പാവ് ആക്കിയെടുക്കാം. പഴം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള ഡോ തയ്യാറാക്കിയെടുക്കാം. അതിന് ആട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അരിപ്പൊടിയല്ല, ആട്ട. അതിനകത്തേക്ക് ഉപ്പും ഇട്ട് നന്നായി പഴമിട്ട് നന്നായി ഞെരടിയെടുക്കാം. ഭയങ്കര ചൂടാണ്, എളുപ്പമല്ല അത് മിക്സ് ചെയ്തെടുക്കാൻ. നന്നായി നമുക്കത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടത് ശരിയാവാത്തത് കൊണ്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വാഴയിലയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫില്ലിങ് നമുക്കതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ട് അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ്. അത് ഫില്ല് ചെയ്ത് നമുക്ക് അത് വേവിച്ചെടുക്കാം. ഞാനൊരുപാട് ഈ ശർക്കരയും തേങ്ങയും കൂടിയുള്ള ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇലയട, കൊഴുക്കട്ട, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പഴമട റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.